ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഇസ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് NIOS സ്റ്റുഡൻസിൻ്റെ ഏതാനും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പല പ്രാവശ്യം നമ്മുടെ വീഡിയോയിൽ NIOS സ്റ്റുഡൻസിൻ്റെ അവരുടെ മെറിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ കൂടി അവരുടെ സംശയം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വൺ മോർ വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു. റീസെൻ്റ്ലി പല ആളുകളും നമ്മുടെ വീഡിയോക്ക് താഴെ വന്നിട്ട് +2 പോലെ NIOS സർട്ടിഫിക്കറ്റ് നീറ്റിന് ഒരു ക്വാളിഫിക്കേഷൻ അല്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരം ആളുകൾ സത്യത്തിൽ നമ്മുടെ NIOS സ്റ്റുഡൻസിനെ മിസ്ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരം കമൻസ് ഇടുന്നത്. എനിക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു വിഷയത്തിനെ കുറിച്ച് അറിയില്ല എങ്കിൽ അത് നിങ്ങൾ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രൂപത്തിൽ എഴുതി മറ്റുള്ള ആളുകളുടെ ഇൻഫോർമേഷനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ഇന്ത്യയിൽ ഏതൊരു യൂണിവേഴ്സിറ്റിയും ഏതൊരു ബോർഡും ഇല്ലാതായാൽ പോലും NIOS, CBSE, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, IGNOU എന്നീ സ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കേഷനും കോഴ്സുകളും ഒരിക്കലും ഇല്ലാതാവുന്നില്ല. കാരണം ഇതെല്ലാം മാനേജ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ് അതോറിറ്റികൾ നേരിട്ടാണ്. അതുകൊണ്ട് ഇത്തരം ബോർഡുകളിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നത് മറ്റ് ഏത് സർട്ടിഫിക്കറ്റിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് 100% വിശ്വാസയോഗ്യമായ രൂപത്തിൽ എവിടെയും സബ്മിറ്റ് ചെയ്യാനും അത് വെച്ച് നിങ്ങൾക്ക് ഉപരിപഠനത്തിനും അതുപോലെ മറ്റുള്ള ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ ഇന്നത്തെ കാലത്ത് റെഗുലർ മോഡിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കുകയും ഏറ്റവും അധികം കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് ഓഫ്ലൈൻ, അതായത് ഓൺലൈനായിട്ടും അതുപോലെ ഡിസ്റ്റൻസ് മോഡിലുമാണ്. കാരണം അതിന് ക്വാളിറ്റി കുറയുന്നില്ല എന്ന് നമ്മുടെ ലോകം തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പഠിച്ചു എന്നതോ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്നതല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, നിങ്ങൾ എന്തു പഠിച്ചു എന്നുള്ളതാണ്. അത് നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് 5 മിനിറ്റ് നിങ്ങളുമായി ഒരാൾ സംസാരിക്കുമ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം അറിയാമെന്നില്ല. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നീറ്റ് പോലുള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിൽ ആർക്കെങ്കിലും പറ്റുന്നില്ല എന്ന് തോന്നുമെങ്കിൽ അത് നീറ്റ് NIOS റിജക്റ്റ് ചെയ്ത് കൊണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതണമെങ്കിൽ നിങ്ങളുടെ NIOS സർട്ടിഫിക്കറ്റിന് ഉണ്ടാവേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. കാരണം കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എന്നെല്ലാം ഗ്രൂപ്പുകളുണ്ട്. നീറ്റിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സയൻസ് ഗ്രൂപ്പ് പഠിച്ച കുട്ടികളായിരിക്കാം. അല്ലാതെ നിങ്ങൾ കൊമേഴ്സ് പഠിച്ചത് കൊണ്ടോ ഹ്യൂമാനിറ്റീസ് പഠിച്ചത് കൊണ്ടോ നിങ്ങൾക്ക് നീറ്റ് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും നീറ്റ് എഴുതാൻ പറ്റുമെന്നല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ സയൻസ് എടുത്തുകൊണ്ട് നിങ്ങൾ നീറ്റ് ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് നീറ്റിന് പറയുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ അപ്ലൈ ഫോർ ദാറ്റ്. ഇവിടെ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് 12th സ്റ്റാൻഡേർഡിൽ NIOS 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഈ സബ്ജക്റ്റുകൾ അടങ്ങുന്ന ഒരു രൂപത്തിലായിരിക്കും നിങ്ങളുടെ NIOSൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മിനിമം മാർക്സ് നേടിക്കൊണ്ട് നിങ്ങൾക്ക് നീറ്റിന് എക്സാം എഴുതാൻ പറ്റും. അതായത് ജനറൽ കാറ്റഗറി ആസ്പിറൻസ് മസ്റ്റ് ഹാവ് പാസ്ഡ് ദി ക്വാളിഫയിങ് എക്സാമിനേഷൻ വിത്ത് 45% മാർക്സ്. അതായത് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ you need to have 45% marks, and SC, ST and OBC minimum marks should be 40%. ഇതാണ്
നിങ്ങൾക്ക് നീറ്റ് രണ്ട് രൂപത്തിൽ പറയുന്നുണ്ട്. അതായത് ഒന്ന് ഡയറക്റ്റ് നീറ്റ് ഫോർ MBBS ആൻഡ് ദ അതർ വൺ ഫോർ നീറ്റ് ഫോർ BSc നഴ്സിംഗ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് BSc നഴ്സിംഗിൻ്റെയാണ്. അതിൽ പറയുന്നത് പിന്നെ യു നീഡ് ടു ഹാവ് 17 years, 17 വയസ്സ് പൂർത്തിയായ ആളുകളായിരിക്കണം. അതുപോലെ തന്നെ 12th സ്റ്റാൻഡേർഡ് NIOS ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് ഈ വിഷയം എടുത്തുകൊണ്ട് പാസ്സായ ആളുകളായിരിക്കണം. ജനറൽ കാറ്റഗറിക്ക് 45% മാർക്ക്, അതുപോലെ SC ST OBC അവർക്ക് 40% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതാം. അതുപോലെ 3% of reservation will be provided to the person with a disability candidates. അംഗവൈകല്യമുള്ള ആളുകൾക്ക് 3% റിസർവേഷനും നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊന്ന് മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയകളിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് MBBS, LLB, നഴ്സിംഗ്, അതുപോലെ നിങ്ങൾക്ക് എൻജിനീയറിംഗ് എല്ലാ വിഭാഗത്തിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം. പക്ഷെ നിങ്ങൾക്ക് അതിന് വേണ്ട മാർക്ക്, അതിന് വേണ്ട സിലബസ് നിങ്ങൾ പഠിച്ച ആളുകളായിരിക്കണം എന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം NIOS പഠിച്ച ശേഷം ഞാൻ ധാരാളം കുട്ടികൾക്ക് LLB അഡ്മിഷൻ വിവിധ കോളേജുകളിൽ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 100% വിശ്വാസയോഗ്യമായ രൂപത്തിൽ നീറ്റ് നന്നായി പഠിച്ചുകൊണ്ട് മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് MBBS പോവാം, BHMS പോവാം, BAMS പോവാം. അതിലൊന്നും ഒരു തടസ്സമല്ല. നിങ്ങൾ നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഓരോ വിഷയത്തിനും നമുക്ക് അതാത് മേഖല നിഷ്കർഷിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് നമുക്കുണ്ടായിരിക്കണം. കാരണം ഞാനിത് പറയാൻ കാരണം എനിക്കൊരു കൊമേഴ്സ് സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് കൊമേഴ്സ് എടുക്കുന്നതിന് പകരം ഒരു സ്ട്രീം കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ UG ആൻഡ് PG ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാവും. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്ക് തോന്നുകയാണ് എനിക്കൊരു BCom എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സപ്പോസ് ടു ഹാവ് ടേക്കൺ എ കൊമേഴ്സ് NIOS അല്ലെങ്കിൽ കൊമേഴ്സ് ബേസ്ഡ് CBSE +2 സിലബസ് അവൻ പഠിച്ച ആളിരിക്കണം. പക്ഷെ നമ്മൾ തോന്നും പോലെ റൂട്ട് മാറി നമ്മൾ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് അതിനുശേഷം നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത രൂപത്തിലാണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അത്തരം ആളുകൾക്കാണ് ഇത്തരം സംശയങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതേ അവസരത്തിൽ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ എന്ത് പഠിച്ചു, എങ്ങനെ പഠിക്കുന്നു, എവിടേക്ക് വേണ്ടി പഠിക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ then there is no chance to have most questions about the subject. നിങ്ങൾക്ക് ആർക്കെങ്കിലും NIOS 10th മുതൽ +2 മുതൽ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് NIOS എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് സംശയമുണ്ടെങ്കിൽ ഞാൻ നൽകുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഞാനത് പറഞ്ഞു തരാം. കാരണം ഞാൻ NIOSനെ കുറിച്ച് പഠിച്ചതും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതും അതുപോലെ തന്നെ NIOS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി NIOS ഒരു എക്സാം തന്നെ ഞാൻ എഴുതി പാസ്സായിട്ടുണ്ട്. കാരണം നമ്മളിത് പറയുന്നത് NIOSനെ തിരിച്ചറിഞ്ഞുകൊണ്ടും NIOS എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ്. എൻ്റെ മുമ്പ് ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രി ആയിരുന്നു. അതിനുശേഷം നമുക്ക് വേറൊരു കൊമേഴ്സ് ആവശ്യത്തിന് വേണ്ടി ഒരു കോഴ്സിന് വേണ്ടി ഞാനൊരു NIOS തന്നെ ചെയ്തിട്ടാണ് ഞാനൊക്കെ കൊമേഴ്സ് സബ്ജക്റ്റുകൾ എടുത്തുകൊണ്ട് UGയും PGയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഗുണമെന്തെന്ന് വെച്ചാൽ നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സമീപിക്കാനും കഴിയുമെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം, NIOSൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഗ്നൊക്കെ നൽകുന്ന പോലെ വളരെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. എനിക്ക് തോന്നുന്നത്
നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും ക്രിസ്പ് ആൻഡ് കംപ്ലീറ്റ് സബ്ജക്റ്റ് ലഭിക്കുന്ന ഒരു കോഴ്സാണ് NIOS എന്ന് പറയുന്നത്. പിന്നെ NIOS കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പല കുട്ടികളും പറയാറുണ്ട്. എല്ലാ കോഴ്സുകളും പൊതുവിൽ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ. അതേ അവസരത്തിൽ നിങ്ങൾ അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളും വളരെ എളുപ്പവും സുതാര്യവുമാണ് എന്നർത്ഥം. പിന്നെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഡൗട്ടാണ് എക്സാം ഒരു ഭാഷയിൽ എഴുതാൻ പറ്റുമോ, 2 ഭാഷയിൽ എഴുതാൻ പറ്റുമോ, ഒരേ സമയത്ത് ഒന്നിലധികം ഭാഷയിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എക്സാമിന് അപേക്ഷിക്കുന്ന സമയത്ത് ഒരു ലാംഗ്വേജ് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കണം. അത് ഇംഗ്ലീഷിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ യു ഹാവ് ടു റൈറ്റ് യുവർ എക്സാം ഇൻ ഇംഗ്ലീഷ് ഓൺലി. അല്ല, നിങ്ങൾ മറ്റുള്ള ഇതര ലാംഗ്വേജിലാണ്. ഇപ്പോൾ ധാരാളം ഭാഷകളിൽ ഈവൻ പേർഷ്യൻ ഭാഷയിൽ വരെ നമുക്ക് NIOS എഴുതാനുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. മലയാളം, കന്നഡ, തെലുങ്ക്, തമിഴ്, പേർഷ്യൻ ഭാഷ, ഹിന്ദി, അങ്ങനെ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും നമുക്ക് അത് എഴുതാനുള്ള സംവിധാനമുണ്ട്. കാരണം അതാത് സംസ്ഥാനങ്ങളിലെ കുട്ടികൾക്ക് ഭാഷ ഒരു തടസ്സമില്ലാതെ ഈ വിഷയം പഠിക്കാനും അതിലൂടെ പഠിച്ച് മുന്നേറാനും NIOS നിങ്ങളെ സഹായിക്കുന്നു എന്നതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. ഇനി നിങ്ങൾക്ക് ഒരേ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിലും കുറച്ച് കാര്യങ്ങൾ മലയാളത്തിലും ഉത്തരം എഴുതാൻ പരീക്ഷയ്ക്ക് പറ്റുമോ എന്ന് എന്നോട് ആരോ ചോദിച്ചതായിട്ട് ഞാൻ കണ്ടു. അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എക്സാം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ഏത് ഭാഷയിലാണോ എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ പറയുന്ന ഉത്തരം പ്രകാരമായിരിക്കും നിങ്ങളുടെ ഇവാലുവേഷൻ വരുന്നത്. കാരണം നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സാം ഇവാലുവേഷന് വേണ്ടി NIOS ആൾറെഡി കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആളുകളെയും സെൻറ്ററുകളെയും നിശ്ചയിച്ചു കൊണ്ടാണ് ഇവർ ഇതെല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷിന് നിങ്ങൾ അപേക്ഷിക്കുകയും നിങ്ങൾ മലയാളത്തിൽ ഉത്തരം എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സിസ്റ്റം കൊളാപ്സ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് തോന്നുന്ന പോലെ മലയാളത്തിലും ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ കഴിയില്ല. നിങ്ങൾ എന്താണോ അപേക്ഷിച്ചത് ആ ഭാഷയിലായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. പല ഭാഷകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, പക്ഷെ ആ ഭാഷയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. കാരണം നിങ്ങളുടെ പേപ്പർ നിങ്ങൾ കൊടുത്ത ഇൻഫോർമേഷൻ പ്രകാരം അതാത് സെൻറ്ററുകളിലേക്കാണ് വാല്യുവേഷന് പോകുന്നതും അവിടെ വാല്യുവേഷൻ നടത്തുന്നതും. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ബ്രോഡായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ സെൻറ്ററുകളും അവൈലബിൾ ആയിരിക്കും. അതല്ല മലയാളമാണ്, പേർഷ്യനാണ്, തെലുങ്കാണ്, തമിഴാണ് എന്നെല്ലാം നിങ്ങൾ പറയുമ്പോൾ അതാത് സെൻറ്ററുകളിലേക്ക് നിങ്ങളുടെ പേപ്പേഴ്സ് എത്തുകയും അവിടെ വാല്യുവേഷൻ നടത്തി റിസൾട്ട് വരാനുള്ള സമയം പിടിക്കുമെന്നർത്ഥം. പക്ഷേ ഇതൊന്നും ടെക്നിക്കലി ഒരു വിഷയമല്ല. ഇറ്റ്സ് വെരി ഈസി. അതേ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷ കൃത്യമായി എഴുതാനും പഠിക്കുക. കഴിയുന്നതും ഇംഗ്ലീഷിലാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. നമുക്ക് മെയിൻ ലാംഗ്വേജും അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള ലാംഗ്വേജും എടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. അതുപോലെ തന്നെ എല്ലാ വിഷയത്തിലും ഇംഗ്ലീഷ് ഒരു ഭാഷ ഉണ്ടായിരിക്കുക എന്നതും NIOSൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ആരോ എന്നോട് മുമ്പ് ചോദിച്ചു, ഇംഗ്ലീഷ് ഭാഷ ഇല്ലാതെ ബാക്കിയെല്ലാം എഴുതെടുത്തു, അതുകൊണ്ട് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഒരു പക്ഷേ അത് ശരിയാവും. കാരണം ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അവരുടെ കോഴ്സ് ഇംഗ്ലീഷിലാവുകയും ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അവർ നിങ്ങളെ പഠിപ്പിക്കുക? That's why you need to have one language in English. അതുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷിനെ മുഖ്യമായും പഠിക്കുകയും അത് പ്രാധാന്യത്തോടെ പഠിക്കുകയും അതിലൂടെയാണ് നിങ്ങൾ എക്സാം എഴുതുകയും ചെയ്യുന്നത് എങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് എവിടെയും പ്രസക്തിയില്ല, ആവശ്യവുമില്ല. സോ ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. NIOS എഴുതുന്ന കുട്ടികൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഗ്ലോബലി വാലിഡ് ആണ്. ഇന്ത്യൻ ഗവൺമെൻറ് നൽകുന്ന സർട്ടിഫിക്കറ്റ് എവിടെയെല്ലാം വാലിഡ് ആണോ അവിടെയെല്ലാം NIOS വാലിഡ് ആണ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും നിങ്ങൾക്ക് NIOSൽ അവർ നിഷ്കർഷിക്കുന്ന സബ്ജക്റ്റുകളും പാസിംഗ് മാർക്കുകളും ഉണ്ട് എങ്കിൽ യു ആർ എലിജിബിൾ ടു അറ്റൻഡ്
നീറ്റ് എക്സാം, എഞ്ചിനീയറിംഗ് എക്സാം, ലോ എക്സാംസ്, എവറിത്തിങ്. മറ്റൊന്ന്, നിങ്ങൾക്ക് ഭാഷ ഒരു വിഷയം ആണ് എങ്കിൽ ഏതാണോ ഭാഷ നിങ്ങൾ എഴുതുന്നത് ആ ഭാഷയെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ എടുക്കാനും ഹയർ സ്റ്റഡീസിന് പോകാനും പറ്റും. മറ്റൊന്ന്, ഒരു ചോദ്യം എന്ന് പറയുന്നത്, മുമ്പ് കഴിഞ്ഞ വർഷം വരെ NIOSന് 5 സബ്ജക്റ്റുകൾ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ നമുക്ക് 6 സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ പല ആളുകളും പറയുന്നത് 5 സബ്ജക്റ്റ് പഠിച്ചാൽ എനിക്ക് ഇനി ഒരു സബ്ജക്റ്റ് കൂടി എഴുതിയെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരിക്കൽ NIOS പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ NIOSൽ 5 ആണോ 6 ആണോ പഠിച്ചത് എന്നൊരു ചോദ്യം തന്നെ ഉദിക്കുന്നില്ല. കാരണം യു ആൾറെഡി പാസ്ഡ് NIOS വിത്ത് ദാറ്റ് പർട്ടിക്കുലർ കണ്ടീഷൻ. അതുകൊണ്ട് മിനിമം 5 എന്ന് പറയുന്നത് മുമ്പ് കാലങ്ങളിൽ 5 ആയിരുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അടക്കം ഡാറ്റ എൻട്രി അടക്കം അവർ നമുക്ക് 6 ഭാഷ 6 സബ്ജക്റ്റ് തരുന്നുണ്ട്. അപ്പോൾ 6ാമത്തേത് നമുക്ക് ഉണ്ടായിരിക്കണം എന്നർത്ഥം. സോ 5 ഭാഷ എടുത്ത് പാസ്സായ ആളുകൾക്ക് 5 ഭാഷ മതി. അത് യു ഓൾറെഡി ഗോട്ട് പാസ്ഡ്. പക്ഷെ പുതിയ ബാച്ചിൽ എല്ലാ ആളുകളും 6 സബ്ജക്റ്റ് എടുത്തായിരിക്കണം നിങ്ങളത് പഠിക്കുന്നതും പാസ്സാകുന്നതും എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊന്ന്, NIOSന് ചേരുന്നതിന് മിനിമം 14 വയസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. 14-16 എന്നാണ് അതിന് പറയുന്നത് കറക്റ്റായിട്ട്. 15 ആണെങ്കിലും അതിന് കൃത്യമായി പറയുന്നത് 10th നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 14 വയസ്സും അതുപോലെ +2 നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 16 വയസ്സും ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു വയസ്സിൻ്റെ ക്രൈറ്റീരിയ കൂടി മാനിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ കോഴ്സിന് ചേരുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ യു ക്യാൻ കോൾ മീ ഡയറക്ട്ലി ഓർ യു ക്യാൻ മെസ്സേജ് മീ. You can send a message by WhatsApp and I will be happy to answer your queries. So end of the day, message is, നിങ്ങൾ നന്നായി പഠിക്കുക. നിങ്ങൾ NIOS എടുത്തു എന്നതുകൊണ്ട് നിങ്ങളൊരു സെക്കൻഡറി സിറ്റിസൺ ആവുന്നില്ല. നിങ്ങൾക്ക് +2 എന്താണോ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളത്, അതുപോലെ സ്റ്റേറ്റ് ബോർഡ് +2 എന്ത് വാലിഡിറ്റി ഉണ്ട്, CBSE +2 എന്ത് വാലിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വാലിഡിറ്റി ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് NIOS. ഒരു പക്ഷേ എനിക്ക് കൂടുതൽ നല്ലത് എന്ന് തോന്നുന്നത് NIOSൻ്റെ സർട്ടിഫിക്കറ്റാണ്. കാരണം NIOS എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് മറ്റുള്ള ഏത് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എന്ത് പരാതികളുണ്ടെങ്കിൽ പോലും NIOSനെ കുറിച്ച് ആർക്കും പരാതിയില്ല. അതിന് പരാതി ഉണ്ടെങ്കിൽ തന്നെ അതിന് മറുപടി പറയുന്നതും അതിനെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം സെൻട്രൽ ഗവൺമെൻറ് അതോറിറ്റികളാണ്. സോ യു ഹാവ് എ ഹയർ അതോറിറ്റി ടു റെസ്പോണ്ട് ഓൺ ഈച്ച് ആൻഡ് എവരി പ്രോബ്ലംസ്. അതുപോലെ തന്നെ പ്രത്യേകിച്ചും LLB പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ NIOS പഠിച്ച കുട്ടികൾക്ക് LLBക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ അതിന് LLBക്ക് വേണ്ട അഡ്മിഷൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതുപോലെ ലോ ക്ലാസ്സസ് നമ്മൾ നൽകുന്നതാണ്. നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു തരും. സോ താല്പര്യമുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. I will be happy to help you and answer you each and every time. So this is all about NIOS. Be happy. Take good mark. അത്ര നമ്മൾ പഠിക്കുക. മാക്സിമം ഒരു 60-50 എബോവ് മാർക്ക് നിങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ NIOSൻ്റെ ഒരു എക്സാം ഹാളിൽ ഞാൻ കണ്ടത് ചില കുട്ടികൾ നന്നായി എഴുതും, അതേ അവസരത്തിൽ ചില കുട്ടികൾക്ക് ഒന്നും എഴുതാൻ അറിയാതെ അവരങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് അത് മാക്സിമം ഡീറ്റെയിൽഡായിട്ട് വെൽ ആൻഡ് ഗുഡായിട്ട് നിങ്ങൾ എഴുതുക. മാർക്ക് വരുന്നുണ്ടോ വരുന്നില്ലേ എന്ന് നിങ്ങൾ എക്സാം ഹാളിൽ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. യു ഡു യുവർ ഡ്യൂട്ടി. റെസ്റ്റ് എടുക്കാം, അത്രമാത്രം. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.